ഒരുപാട് ആളുകൾ കൂടി നിൽക്കുന്നു. അവരുടെ ഒത്ത നടുക്കായി ഒരു യുവാവിനെയും ഒരു യുവതിയെയും കൈകാലുകൾ ബന്ധിപ്പിച്ച നിലയിൽ കിടത്തിയിരിക്കുന്നു. ആ യുവാവും ആ യുവതിയും കരഞ്ഞുണങ്ങിയ കണ്ണുകളുമായി ചുറ്റും നോക്കുന്നു. പക്ഷെ ഒരാളിൽ നിന്ന് പോലും ഒരു ദയനീയതയുടെ ശബ്ദവും അവർക്ക് അനുകൂലമായി ഉണ്ടാവുന്നില്ല. ആ സാഹചര്യത്തിൽ തന്നെ ഒരു യുവാവ് കുപ്പിയുമായി മുമ്പോട്ട് വരുന്നു. ആ വരുന്ന യുവാവ് തന്റെ സഹോദരനാണെന്ന് ആ പെൺകുട്ടിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തന്നെ രക്ഷിക്കണമെന്ന രീതിയിൽ നിലവിളിച്ചുകൊണ്ട് ആ പെൺകുട്ടി ആ സഹോദരനെ തന്നെ നോക്കുന്നു. എന്നാൽ സഹോദരന്റെ മുഖത്ത് നിന്ന് ഒരു ഭാവവ്യത്യാസവും ഉണ്ടാവുന്നില്ല. സഹോദരന്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയിൽ മുഴുവനും വിഷമാണെന്ന് ആ രണ്ടു പേർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷെ ആ മനുഷ്യൻ ഈ പെൺകുട്ടിയെ വിഷം കുടിക്കാൻ നിർബന്ധിക്കുന്നു. താൻ കുടിക്കില്ല എന്ന ഭാവത്തോടെ ആ പെൺകുട്ടി വായ അടക്കി പിടിച്ച് നിൽക്കുന്നു. അവൾ വായ തുറക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ യുവാവ് അവളുടെ ചെവിയിലൂടെയും മൂക്കിലൂടെയും വിഷം അകത്തേക്ക് കടത്താൻ ശ്രമിക്കുന്നു. പക്ഷേ എന്നിട്ടും മതി വരാതായ യുവാവ് രണ്ടുപേരുടെ സഹായം തേടുകയും ആ പെൺകുട്ടിയെ ബലമായി പിടിച്ചു നിർത്തി അവളുടെ വായിലൂടെ തന്നെ ആ വിഷം അവളുടെ അകത്തേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നു. വിഷം അകത്തേക്ക് ചെന്ന ആ യുവതി ഛർദിലും കരച്ചിലും പിഴച്ചിലും ഒച്ചത്തിലാകുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെ ആ യുവാവ് മുമ്പോട്ട് തന്നെ പോകുന്നു. അവിടെ കെട്ടിയിട്ടിരിക്കുന്ന യുവാവിനോടും ഈ വിഷം കുടിക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷെ അവൻ തയ്യാറാവുന്നതിന് പകരം അത് തട്ടിമാറ്റാനും മറ്റും ശ്രമിക്കുന്നു. ദേഷ്യം പിടിച്ച യുവാവ് അവനെ കൊണ്ട് ബലം പിടിപ്പിച്ച് ആ വിഷം കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഒരു കാരണവശാലും അവൻ കുടിക്കാൻ സമ്മതിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ യുവാവ് അവന്റെ കഴുത്തിന്റെ ഭാഗം തന്നെ മുറിക്കുകയും അതിനകത്തിലൂടെ ഈ വിഷം അവന്റെ ശരീരത്തിലേക്ക് കടത്തുകയും ചെയ്യുന്നു. ആ സമയത്തേക്കും ആ യുവതി മരണത്തിന് കീഴടങ്ങിയിരുന്നു. പക്ഷേ യുവാവ് ജീവൻ നിലനിർത്താനായി വീണ്ടും വീണ്ടും കേഴുന്ന രീതിയിൽ തന്നെ ദയനീയതയോടെ ചുറ്റും നോക്കുകയും താൻ മരണപ്പെട്ടിട്ടില്ല എന്ന രീതിയിൽ കണ്ണുകൾ തുറക്കുകയും ചെയ്തിരുന്നു. പിന്നീട് മരണപ്പെട്ട് കിടക്കുന്ന യുവതിയെയും അവശനായി കിടക്കുന്ന യുവാവിനെയും അവിടെ തന്നെ തൊട്ടടുത്ത് അവർ തന്നെ കൂട്ടിയിട്ടിരുന്ന തീക്കുമ്പാരത്തിലേക്ക് എടുത്തെറിയുന്നു. അവർ രണ്ടുപേരും അവിടെ തന്നെ വെന്ത് എരിയുന്നു. ജീവനോടെ ഉണ്ടായിരുന്ന യുവാവ് ജീവനോടെ തന്നെ കത്തി അമരുന്നു. ഇത്രയും ക്രൂരമായ സംഭവം അവിടെ നോക്കി നിന്ന ആളുകളിൽ ഒരുപാട് സ്ത്രീകളും ഉണ്ടായിരുന്നു. അതിലുമുപരി ആ മരണപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുക്കളായിരുന്നു കൂടുതൽ ആളുകളും. 2003 തമിഴ്നാടിനെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവത്തിന്റെ തുടക്കവും ഒടുക്കവും അവിടെ നിന്നായിരുന്നു. കണ്ണകി, മുരുകേഷ് രണ്ടുപേരും തമിഴ്നാട് സ്വദേശികളാണ്. അതിലുപരി ഒരേ നാട്ടുകാരും. മുരുകേഷ് കുറച്ച് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളാണെങ്കിലും ആ സമയത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ അത്രത്തോളം വിദ്യാഭ്യാസം നേടാതിരുന്ന കാലമായിരുന്നിട്ടും മുരുകേഷ് നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടുകയും ചെയ്തിരുന്നു. കണ്ണകി എന്ന് പറയുന്ന ആ പെൺകുട്ടി +2 കഴിഞ്ഞതിന് ശേഷം മറ്റു പല കാര്യങ്ങളുമായി മുമ്പോട്ട് പോകുന്ന സാഹചര്യം. ആ സാഹചര്യത്തിൽ തന്നെയാണ് ഇവർ രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുന്നതും അത് പ്രണയത്തിലേക്ക് വഴിമാറുന്നതും. അവർ രണ്ടുപേരുടെ ജാതിയും വെവ്വേറെ ആയതുകൊണ്ട് തന്നെ ഒരിക്കലും തന്നെ ഞങ്ങളുടെ പ്രണയം രണ്ട് വീട്ടുകാരും അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന ബോധ്യം അവർക്ക് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ പോക്ക് എങ്കിലും എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കണം എന്ന രീതിയിൽ അവർ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ രണ്ട് വീട്ടുകാർക്കും മനസ്സിലാവാത്ത രീതിയിൽ അവർ തന്നെ പോയി നിയമപരമായി ഒരു രജിസ്റ്റർ മാരേജ് ചെയ്യുകയും ചെയ്തിരുന്നു. രജിസ്റ്റർ മാരേജ് ചെയ്തതിന് ശേഷം അവർ രണ്ടുപേരും അവരവരുടെ വീട്ടിൽ തന്നെ താമസിക്കുകയും അവർ തമ്മിൽ വിവാഹം കഴിച്ച കാര്യം മറ്റുള്ളവരോടോ അതല്ലെങ്കിൽ വീട്ടുകാരോടോ പോലും പറയുകയും ചെയ്തിരുന്നില്ല. കാരണം അവർക്ക് തന്നെ അറിയാമായിരുന്നു ഇത് പുറം ലോകത്തറിഞ്ഞാൽ അതിനുശേഷം ഉണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ച്. കാരണം അത്രത്തോളം ജാതി വിവേചനം കൊടികുത്തി വാഴുന്ന കാലമായിരുന്നു, ഗ്രാമമായിരുന്നു അവരുടേത്. 2 മാസത്തോളം അവർ വിവാഹം കഴിച്ചതിന് ശേഷവും തനിയെ താമസിച്ചപ്പോൾ ഒന്നിച്ച് ജീവിക്കണമെന്ന ആഗ്രഹം അവർക്ക് കലശലാവുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മറ്റൊരിടത്ത് ഓടിപ്പോയി നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് ജീവിച്ചാലോ എന്ന രീതിയിൽ അവർ ചിന്തിക്കുകയും അവർ രണ്ടുപേരും വീട് വിട്ടിറങ്ങുകയും ചെയ്യുന്നു. പക്ഷേ വീട് വിട്ടിറങ്ങിയതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും തമ്മിൽ പ്രണയത്തിലായിരുന്നെന്നും ഇവർ രണ്ടുപേരും പലതരത്തിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള സത്യം രണ്ട് വീട്ടുകാർക്കും മനസ്സിലാവുന്നതും. അതിൽ കണ്ണകിയുടെ വീട്ടുകാർ ഉയർന്ന ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വീട്ടിലെ ഒരു പെൺകുട്ടി ഒരു താഴ്ന്ന ജാതിക്കാരനോടൊപ്പം പോയല്ലോ, അതിൻ്റെ മാനക്കേടിനെ എങ്ങനെ താങ്ങാൻ സാധിക്കും എന്ന രീതിയിൽ അവർ തന്നെ കണ്ണകിയുടെ സഹോദരനും മറ്റു കൂട്ടാളികളും ചേർന്ന് ഉടനെ തന്നെ മുരുകേശൻ്റെ വീട്ടിലേക്ക് പോവുകയും എവിടെയാണ് മുരുകേശൻ ഉള്ളത് എന്ന രീതിയിൽ അച്ഛനെയും അമ്മയെയും സഹോദരനെയും അടക്കം മർദ്ദിക്കുകയും മറ്റു പലതരത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അവർക്ക് ഉത്തരം അറിയാത്തത് കൊണ്ട് തന്നെ അവർ പറയാനും തയ്യാറായില്ല. ആ സാഹചര്യത്തിൽ മുരുകേശൻ്റെ അനുജനെയും എടുത്ത് അവർ അവരുടെ താവളത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ വെച്ച് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ മുരുകേശൻ എവിടെയാണ് ഉള്ളത് എന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരൻ അറിയാത്തത് കൊണ്ട് തന്നെ അവന് പറയാനും സാധിച്ചില്ല. ഒരുപാട് ചിത്രവധങ്ങൾക്ക് ഇരയായിട്ടും ആ പയ്യൻ ഒന്നും അറിയില്ല എന്ന കാര്യത്തിൽ ഉറച്ചു തന്നെ നിന്നു. ആ സാഹചര്യത്തിൽ മുരുകേശൻ്റെ സഹോദരനെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുരുകേശൻ്റെ ചെറിയച്ഛൻ അവരുടെ അടുത്തേക്ക് പോകുന്നു. ചെറിയച്ഛനെയും അതുപോലെ തന്നെ മർദ്ദിക്കുകയും നിങ്ങളുടെ മരുമകനെ നിങ്ങൾക്ക് ജീവനോടെ വേണമെന്നുണ്ടെങ്കിൽ മുരുകേശനെ ഞങ്ങൾക്ക് കാട്ടിത്തരണം എന്ന രീതിയിൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. എങ്ങനെയെങ്കിലും മുരുകേശനെ കണ്ടെത്തണം എന്ന രീതിയിൽ
ചെറിയച്ഛൻ തന്നെ ശ്രമിക്കുകയും അവസാനം മുരുകേശൻ സഹോദരിയുടെ ഒരു അകന്ന ബന്ധുവിൻ്റെ വീട്ടിലാണെന്ന് മനസ്സിലാക്കുകയും അവിടെ ചെന്ന് മുരുകേശനോട് കാര്യം പറയുകയും ചെയ്യുന്നു. സ്വന്തം അനുജന്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ മുരുകേശൻ അവിടെ നിന്ന് ഇവരുടെ അടുത്തേക്ക് എത്തുന്നു. എന്നാൽ മുരുകേശനെ കണ്ടതും ആളി കത്തിയിരുന്ന പക ഇവരിൽ നിന്നും ആളി പടരുകയും ഉടനെ തന്നെ മുരുകേശനെ ശക്തമായ രീതിയിൽ ആക്രമിക്കുകയും ചെയ്യുന്നു. എവിടെയാണ് കണ്ണകി ഉള്ളത് എന്ന രീതിയിൽ മുരുകേശനോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. പക്ഷേ ഒന്നിനും തന്നെ വ്യക്തമായ ഉത്തരം മുരുകേശൻ നൽകിയില്ല. കാരണം കണ്ണകിയെ ഇവർക്ക് ലഭിച്ചാൽ ഇവർ എന്ത് വേണമെങ്കിലും ചെയ്യുമെന്ന ഭയം മുരുകേശന് ഉണ്ടായിരുന്നു. പക്ഷേ അവസാനം അച്ഛനെയും അമ്മയെയും കുടുംബത്തെയും മൊത്തം കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ മുരുകേശൻ കണ്ണകി എവിടെയുണ്ട് എന്നുള്ള സത്യം വിളിച്ചു പറയുന്നു. ആ സാഹചര്യത്തിൽ കണ്ണകിയെയും അവിടെ എത്തിക്കുകയും രണ്ടുപേരെയും ഒരു ഉൾക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയും ആ ഉൾക്കാട്ടിൽ തന്നെ 2 തീകുണ്ടങ്ങൾ നിർമ്മിക്കുകയും അതിനടുത്ത് തന്നെ ഇവരുടെ രണ്ടുപേരെയും കൈകാലുകൾ ബന്ധിപ്പിച്ച് ആളുകളൊക്കെ തന്നെ നോക്കി നിൽക്കെ ഈ കൊടും ക്രൂരത ചെയ്യുകയും ചെയ്തത്. പക്ഷേ ആ സാഹചര്യത്തിൽ തന്നെ തൻ്റെ മകനെയും മരുമകളെയും രക്ഷപ്പെടുത്താൻ വേണ്ടി ആ അച്ഛൻ ഒരുപാട് പരിശ്രമിച്ചിരുന്നു. ഇവരുടെ കാല് പിടിച്ച് കരഞ്ഞ് ഇവരുടെ അമ്മയും അനുജനും ഒക്കെയും തന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലും അവരിൽ നിന്ന് ദയയും ദാക്ഷിണ്യവും ലഭിച്ചില്ല. ഉടനെ തന്നെ അച്ഛൻ പോലീസിനെ പോയി വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പോലീസുകാരും ഇവരുടെ ആളായതുകൊണ്ട് തന്നെ ഒരു തരത്തിലുള്ള ദയയും അവരിൽ നിന്നും ഉണ്ടായിരുന്നില്ല. ഉയർന്ന ജാതിയിൽപ്പെട്ട പെൺകുട്ടിയെ പ്രേമിക്കാൻ തൻ്റെ മകനോട് ആരാണ് പറഞ്ഞത് എന്ന രീതിയിലായിരുന്നു പോലീസ് സ്റ്റേഷനിൽ നിന്ന് അടക്കം ഈ അച്ഛന് അനുഭവിക്കേണ്ടി വന്നത്. ഇവർ മരണപ്പെട്ട് ആഴ്ചകൾക്ക് ശേഷമാണ് ഇത് വാർത്തയാവുന്നത്. പതിയെ ഇത് മീഡിയാസൊക്കെ മണത്തറിയുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പലതരത്തിലുള്ള വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തു. അവസാനം പോലീസിന് കേസെടുക്കാതെ വയ്യ എന്ന രീതിയിലേക്ക് എത്തി കാര്യങ്ങൾ. പോലീസ് സംഭവ സ്ഥലം സന്ദർശിക്കുകയും അവിടെ കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ കണ്ണകിയുടെ വീട്ടുകാർക്ക് അനുകൂലമായിട്ട് നിന്നിരുന്ന പോലീസുകാർ 2 കുടുംബത്തിനെതിരെയും കേസെടുത്തു. കണ്ണകിയുടെ വീട്ടുകാർ കൊലപ്പെടുത്തുകയും അതേപോലെ തന്നെ മുരുകേശന്റെ വീട്ടുകാർ ചേർന്ന് കൊലപ്പെടുത്തുകയും ആയിരുന്നു ചെയ്തത് എന്ന രീതിയിൽ ഒരു FIR തയ്യാറാക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുരുകേശന്റെ അച്ഛനെയും അതേപോലെ തന്നെ ചെറിയച്ഛനെയും അതേപോലെ തന്നെ സഹോദരനെയും പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. അതേപോലെ തന്നെ കണ്ണകിയുടെ ഭാഗത്ത് നിന്ന് 4 ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു തെറ്റും ചെയ്യാതിരുന്നിട്ടും തൻ്റെ മകനെ രക്ഷപ്പെടുത്തണം എന്ന രീതിയിൽ ഒരുപാട് കേണ് അപേക്ഷിച്ചിട്ടും ആ പോലീസുകാർ ഒന്നും തന്നെ അനുസരിക്കാതിരുന്ന ആ സാഹചര്യത്തിൽ പോലും അവനു വേണ്ടി വാവിട്ട് നിലവിളിച്ച അച്ഛൻ പോലും ജയിലിലായത് എല്ലാവർക്കും തന്നെ ദുഃഖമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. പക്ഷേ ആ സാഹചര്യത്തിൽ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് നക്കീരൻ എന്നൊരു നേതാവ് ഇതിനെക്കുറിച്ച് മനസ്സിലാവുന്നത്. തമിഴ്നാട്ടിലെ അംബേദ്കർ സംഘടന ഇത് ഏറ്റെടുക്കുകയും ഇതിന് പിന്നാലെ തന്നെ ഒരുപാട് സമയം ചിലവഴിക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ കേസ് CBIക്ക് വിടുകയും ചെയ്തു. CBI കേസ് അന്വേഷിക്കുകയും ഉടനെ തന്നെ മുരുകേശന്റെ അച്ഛനെയും കുടുംബക്കാരെയും ഇതിൽ നിന്നും കുറ്റവിമുക്തരാക്കുകയും അവരെ വെറുതെ വിടുകയും ചെയ്തു. പിന്നീട് വ്യക്തമായ രീതിയിൽ അന്വേഷണം നടത്തുകയും കണ്ണകിയുടെ സഹോദരനും അച്ഛനും അടക്കം അതേപോലെ തന്നെ ആ ദിവസം കൈക്കൂലി വാങ്ങി അവർക്ക് വേണ്ടി സംസാരിച്ച 2 പോലീസുകാരെ അടക്കം എല്ലാവരെയും തന്നെ ഈ കേസിൽ പ്രതി ചേർത്ത് അവർക്കെതിരെ കേസെടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വർഷങ്ങൾക്കിപ്പുറം 2021 കണ്ണകിയുടെ സഹോദരന് തൂക്കുശിക്ഷ ലഭിക്കുകയും അതോടൊപ്പം തന്നെ അച്ഛനും പോലീസുകാരടക്കമുള്ള മറ്റെല്ലാ പ്രതികൾക്കും ജീവപര്യന്തം ശിക്ഷ ലഭിക്കുകയും ചെയ്തിരുന്നു. എന്തു തന്നെയായാലും ഒരുപാട് ഉയർച്ചയിൽ ഇന്ത്യ എത്തിയിട്ടും 2000-ന് ശേഷവും ഇതുപോലെ ദുരാഭിമാന കൊലകൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഇന്ത്യക്ക് തന്നെ നാണക്കേടുണ്ടാക്കിയ സംഭവമായിരുന്നു. കണ്ണകിയുടെ സഹോദരന്റെ തൂക്കുശിക്ഷ ഇന്ത്യ ഒന്നടങ്കം സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു.